with his guidance, encouragement, and progressive outlook. His commitment towards quality education and value-based learning has played a significant role. I welcome our manager to address the gathering and to give his precious message on this auspicious occasion. Father, please. എല്ലാവർക്കും നമസ്കാരം. Guest Honorable MLA Mrs. Uma Thomas, Trikakara constituency, for lighting the lamp and to inaugurate the function. I would also like to invite our guest of honor, Dr. Robin Radhakrishnan, Big Boss Fame Season 4, our school manager, Reverend Father Dr. Shinu Uduppar, Principal Reverend Sister Merlin George, Mrs. Divya Rajesh, 41st Division Councillor, PTA President Mr. Tyson Thomas, Governing Board members Mr. Joffrey Pullokaran, Mr. Paulson Mukkade, School Leader Master Abhinav Kembi, to accompany by his gracious presence among us today. May I take the honor to invite Dr. Robin Radhakrishnan to deliver the keynote address. Sir, please. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ വന്നിരുന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സോ എനിക്ക് വലിയ സ്പീച്ചോ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല, ഞാൻ ജസ്റ്റ് സംസാരിക്കാം. ഓക്കെ, സോ സെൻറ്റ് ജൂഡ്സ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 44th ആനുവൽ ഡേയിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയായിട്ടുള്ള ഡാർലി ടീച്ചറാണ്. ടീച്ചർ നമ്മുടെ സ്കൂളിൽ KG സെക്ഷനിൽ പഠിപ്പിക്കുകയാണ്. അപ്പം അന്ന് ടീച്ചറിന് ഒരു ഫംഗ്ഷനിൽ കാണാൻ പറ്റിയ സാഹചര്യത്തിലാണ് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത്. അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു സ്കൂളിലുണ്ട്, നമുക്ക് ആനുവൽ ഡേയിൽ ഗസ്റ്റായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. സോ ആ ഒരു പ്രോമിസ് ഞാൻ ഇന്ന് പാലിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ ഷിനു സാറാണ്. സോ ഫാദറിന് ഒരു വലിയ നന്ദി. ആൻഡ് ഞാൻ ഈ സ്കൂളിൽ വരുന്നതിന് മുന്നേ ഇവിടെയുള്ള കുട്ടികളെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചു കേട്ടോ. അപ്പം പൊതുവെ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് തന്നിരിക്കുന്നത്. സോ അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും ഇവിടുത്തെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഇവിടുത്തെ മാനേജ്മെൻറ്റിനും എല്ലാവർക്കുമാണ്. കാരണം ഇതൊരു ഗ്രൂപ്പ് എഫേർട്ടാണ്. ഞാനിവിടെ ഈ ആനുവൽ റിപ്പോർട്ടെല്ലാം കാണുമായിരുന്നു. കാരണം ഒരു സ്കൂള് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ ഒരുപാട് പ്രഷറും ഒരുപാട് സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഇതിൻ്റെ ഇടയിൽ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു നല്ല ആംബിയൻസും ഹാപ്പി ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. സോ അതിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. ആൻഡ് ഇതിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ഇവരൊന്ന് കൈവെക്കാവോ? നല്ല മാർക്ക് മേടിക്കുന്ന നന്നായി പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ഓക്കെ, കുറച്ച് പേര് കൈവെക്കിയിട്ടുണ്ട്. സോ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഓക്കെ, ആദ്യം നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കൈയടി കൊടുത്തേ, വലിയ കൈയടി. ഓക്കെ, സി ഇനി ആവറേജ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെ ഉണ്ട്? കൈവെക്കേ, ധൈര്യമായിട്ട് കൈവെക്കൂ. അവർക്ക് ഒരു വലിയ കൈയടി. കാരണം നിങ്ങളെപ്പോലെ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ ഗസ്റ്റായിട്ട് വന്ന് നിൽക്കുകയാണ്. സോ നമ്മൾ കുട്ടികളിൽ പലർക്കും പല രീതിയിലുള്ള ഐക്യമാണ്, പല രീതിയിലുള്ള പാഷനാണ്, പല രീതിയിലുള്ള ടാലൻ്റാണ്. സോ നമ്മൾ
പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് അവരുടെ ടാലൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്താണ് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ എൻവയൺമെൻറ്റും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ കുട്ടികളെ എക്സാമിന് വലിയ മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഹാർഡ് വർക്കിലൂടെ മാത്രമാണ് അവർ മാർക്ക് മേടിക്കുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ആ കുട്ടികളെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് വഴക്ക് പറയുന്നതിന് പകരം അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ ഒന്ന് എന്താ പറയുക ഹാപ്പി ആയിട്ട് അവരെ കൂടെ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ അവർക്കത് ഏറ്റവും വലിയൊരു ആശ്വാസം കിട്ടുന്നൊരു കാര്യമാണ്. സോ എല്ലാ കുട്ടികൾക്കും ഒരേ ഐക്യം ഉണ്ടാവണമെന്നില്ല, എല്ലാവരും ഒരേപോലെ മാർക്ക് മേടിക്കണമെന്നില്ല. നമ്മൾ ബെസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തുമാത്രം പഠിക്കാൻ പറ്റുന്നോ, നിങ്ങളുടെ ടാലൻറ്റ് എന്തുമാത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നോ അതെല്ലാം നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. സോ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാരൻസ് സ്റ്റുഡൻസ് കമ്മ്യൂണിക്കേഷൻ. കാരണം കുട്ടികളും പാരൻസും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാനായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. കാരണം പേടിയായിരുന്നു ഇനി അടി കിട്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അത് കാരണം എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ പാരൻസ് നിങ്ങളെ കുട്ടികളെ കംഫർട്ട് ആക്കുക. അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഒരേപോലെ കേൾക്കാൻ ശ്രമിക്കുക. അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ മനുഷ്യർ നമ്മളെല്ലാവരും പോസിറ്റീവ് നെഗറ്റീവ് നിറഞ്ഞ സാധാരണ മനുഷ്യരാണ്. സോ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും ആ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുക, അത് ആവർത്തിക്കാതിരിക്കുക. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം പഠിക്കുന്നൊരു കുട്ടിയല്ലായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചിരുന്ന എല്ലാ സ്കൂളിലും എനിക്ക് ഗസ്റ്റായിട്ട് പോകാൻ സാധിച്ചു. സോ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിൽ ഗസ്റ്റായിട്ട് വരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നിങ്ങളത് സാധിക്കത്തില്ലേ? ചെയ്യുമോ? നിങ്ങളെല്ലാവരും ഗസ്റ്റായിട്ട് വരണം. നിങ്ങളെല്ലാം വലിയ വലിയ പൊസിഷൻസിലെത്തണം. നിങ്ങളെ ടാലൻസ് എല്ലാം ലോകം മൊത്തം കാണണം. വലിയ എന്താ പറയുക വലിയ വ്യക്തികളായി മാറണം. അതിനോടൊപ്പം നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞ കണക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള എല്ലാം മിക്സ് ആയിട്ടുള്ള മനുഷ്യരാണ്. സോ നമ്മുടെ ബെറ്റർ ആയിട്ടുള്ള വെർഷൻ അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മളൊരു നല്ല മനുഷ്യനാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇതിൻ്റെ ആനുവൽ ഡേൻ്റെ ഫെസ്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ബ്ലിസോറ എന്നാണ്, ബ്ലെസ്സിങ്സ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ അച്ചീവ്മെൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ സ്നേഹവും അനുഗ്രഹമാണ്. ഞാൻ മാക്സിമം എല്ലാവരുടെയും അനുഗ്രഹം നേടാൻ വേണ്ടി ശ്രമിക്കും. അതിൽ സക്സസ്ഫുൾ ആണെന്ന് ചിന്തിക്കുന്നുണ്ട്. സോ നമുക്കെല്ലാവർക്കും ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കണം, പാഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു കുഞ്ഞു ജീവിതമാണെന്നുള്ളത് നമ്മുടെ പാരൻസിനെ ഹാപ്പി ആക്കുക. എന്താ പറയുക, നമുക്ക് നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒറ്റ ജീവിതമേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. സോ ഇത് നിങ്ങളുടെ ആനുവൽ ഡേ ആണ്. ഞാൻ വെറുതെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ദിവസമാണ്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. Thank you so much. Keep smiling. Thank you, sir, for your valuable words.